ബിഗ് ബോസിൽ ഷാനവാസ് ഒക്കെ അവിടെ കിടന്ന് അടിയിടുന്ന കണ്ടപ്പോഴാണ് അവർക്ക് അടിയിട്ടാൽ അതിനകത്ത് പൈസ കിട്ടും. പക്ഷെ നമുക്ക് അടിയിട്ട ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി തിന്നണം. അതിനുവേണ്ടി ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോയി ഗൈസ്. ഈ ഒരു പ്ലേറ്റ് എടുത്തത് തന്നെ പ്ലേറ്റ് എല്ലാം ഇതിൽ കുട്ടുകയാണ്. അതാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടാവും. എങ്ങനെ എൻ്റെ ഐഡിയ. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തി. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു താത്ത പറഞ്ഞ റെസിപ്പി വെച്ച് ഞാൻ എൻ്റെ വീട് കത്തിക്കാൻ പോവാണ്. കാര്യം ചമ്മന്തി ആണെങ്കിലും അതിനകത്ത് ആരെന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങളെന്ന് കാണിക്കാൻ വെച്ചു. ചെറിയ ഉള്ളി ഒരു 5-6 ഇഞ്ചി, സാധാ ചമ്മന്തിക്ക് അനുസരിച്ചുള്ള ഇഞ്ചി. എന്നിട്ട് ചെറുപറ ഇളക്കുമ്പോൾ എണ്ണ തെറിച്ച് ദേഹത്ത് വീണ മൂഞ്ചി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് പാണ്ടിമുളക്. ഗൈസ്, പാണ്ടിമുളക് എന്തിനാണ് പാണ്ടിമുളക് എന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ആ വെള്ളുമുളകിന് വിഷമാവില്ലേ പാണ്ടി എന്ന് ചേർത്ത് വിളിക്കുമ്പോൾ? ഏതെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് സവാള ഇട്ട് ചെറുപറ വീണ്ടും ഇളക്കുക. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് തക്കാളി അരിയായ ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് പിന്നെ പിഴിഞ്ഞുപൊടി, അല്ലാതെ വീട്ടിൽ കാറുപൊടി പിഴിഞ്ഞുപൊടി അതുകൊണ്ട് ഇടുക. പിന്നെ ചമ്മന്തിക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ അതും ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യ അനുസരണം. എനിക്ക് പിന്നെ ഒരാളെ ഉള്ളതുകൊണ്ട് കണക്കിന് ഞാൻ പുറകോട്ടായതുകൊണ്ടും ഈ ഒത്തിരി ഉപ്പാരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാറ് കഴുകി വൃത്തിയാക്കിയ ഒരു ജാറ് എടുക്കുക, അരച്ച് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അന്ന് കിടക്കുക. ഒരു മോടി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി വെച്ചാൽ മതി. വെറുതെ ഇളക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ചോറെടുക്കുക. ഇതെൻ്റെ തലയത്തെ ചോറാണ്, അതുകൊണ്ട് അതിന് തിങ്ങനെ ഇരിക്കുന്നത്. ഹലോ, നോട്ട് എ പ്രോബ്ലം മാൻ. ഇട്ടെടുക്കുക, ഇളക്കുക. സോ നോർമലി ഇളക്കുക. പിന്നെ വീട്ടിലുള്ള വേറെ എന്തെങ്കിലും ഞഞ്ഞ കറി ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി കുഴച്ചിളക്കുക. എന്നിട്ട് ഇതുപോലെ കഴിക്കുക. എക്സ്പ്രഷൻ ബേസ് സംഭവം ഓക്കെയാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കിൻ്റെ കുഴപ്പമാണെന്നേ പറയത്തുള്ളൂ. ഇച്ചിരി പുളി കൂടിപ്പോയി. നോർമൽ ചമ്മന്തി എനിക്ക് വേറൊന്നും അതിനകത്ത് തോന്നിയില്ല. എന്നാലും സമ കൊള്ളാം, രസമുണ്ട്.